Hello my dear students, welcome to Learner'sworld. In this video I am going to talk about questions and answers of Ayyankali by Nisar and Meena Kandaswami. Readings on Kerala second semester Calicut University Common English. Answer the following questions in one or two sentences. Answer ചെയ്യാനുള്ള questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. What is SJPS? സാധുജന പരിപാലന സംഘം was formed under Ayyankali leadership in 1907. The organization was not meant for any single caste, but it unified all the depressed servile people. SJPSൻ്റെ ഫുൾ ഫോമാണ് സാധുജന പരിപാലന സംഘം. ഇത് ഫോം ചെയ്തിരിക്കുന്നത് അയ്യങ്കാളിയാണ് 1907. ഈ ഒരു ഓർഗനൈസേഷൻ ഒരു സിംഗിൾ കാസ്റ്റിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒന്നല്ല. അതായത് സമൂഹത്തിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ദളിറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു സംഘടനയാണ്. അതായത് അവരുടെ റൈറ്റ്സിന്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു സംഘടനയാണ് SJPS എന്ന് പറയുന്നത്. ഓൾ ഇൻഫ്ലുവൻസ് ദ ഫോർമേഷൻ ഓഫ് SJPS. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ ആ ഒരു ഫോർമേഷനിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളതാണ്. സദാനന്ദ സ്വാമി ആൻഡ് ശ്രീനാരായണ ഗുരു ആൻഡ് ദെയർ ആക്ടിവിറ്റീസ് ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് അയ്യങ്കാളി ടു ഫോം SJPS. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് SJPSൻ്റെ ഫോർമേഷൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. വൈ വാസ് എഡ്യൂക്കേഷൻ ഡിനൈഡ് ടു ദളിറ്റ്സ്? എന്തുകൊണ്ടാണ് ദളിറ്റ്സിന് എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തിട്ടുള്ളത്? Education was denied to Dalits because the upper caste had the right over the school management. അതായത് ആ ഒരു പീരീഡിൽ അപ്പർ കാസ്റ്റ് ആയിരുന്നു ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റിന് ഒക്കെ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമേ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ദളിറ്റ്സിന് ഇവർ എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വൈ കുഡിൻറ്റ് ദളിറ്റ്സ് എൻ്റർ ഇൻ ദ പബ്ലിക് സ്പിയർ? അതായത് പബ്ലിക് പ്ലേസിലൊക്കെ ദളിറ്റ്സിനെ എൻ്റർ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ദളിറ്റ്സ് വർ ഡിനൈഡ് എൻട്രി ഇൻ ടു ദ പബ്ലിക് സ്ഫിയർ ബിക്കോസ് ദേ വർ നോട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ്. They just had knowledge about agricultural production. With this, they could not enter into the public sphere. Only English educated people could enter into the public sphere. അതായത് ഈ ദളിറ്റ്സിന്, അതായത് ഈ ഒരു പബ്ലിക് സ്പേസിലേക്ക് കയറാനുള്ള, പബ്ലിക് റോഡിലേക്ക് കയറാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആയിരുന്നു. അത് ഈ ഒരു ദളിറ്റ്സിന് ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള നോളജ് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഈ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് അവർക്ക് കയറാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പബ്ലിക് സ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓർ സാധുജനം. ആരൊക്കെയാണ് സാധുജനം എന്നറിയപ്പെടുന്നത്? സാധുജനം ആർ ദ ഡിപ്രസ്ഡ് സർവൈൽ പീപ്പിൾ, നോട്ട് വൺ കാസ്റ്റ് അലോൺ ബട്ട് ഓഫ് ഓൾ ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ് ദ ദളിറ്റ്സ്. സാധുജനം എന്ന് പറയുന്നത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഒരു പെർട്ടിക്കുലർ കാസ്റ്റിനെ മാത്രമല്ല ഇവർ ലക്ഷ്യം വെക്കുന്നത്. അതായത് സമൂഹത്തിലെ എല്ലാ ക്ലാസ്സസിലുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ദളിറ്റ്സിന്, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സാധുജനം, അവരൊക്കെയാണ് ഈ സാധുജനം എന്നറിയപ്പെടുന്നത്. Answer the following questions in a paragraph. Describe the circumstances that led to the formation of SJPS. സാധുജന പരിപാലന സംഘത്തിൻ്റെ ആ ഒരു ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ആ ഒരു സാഹചര്യം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സാധുജന പരിപാലന സംഘം വാസ് ഫോംഡ് അണ്ടർ അയ്യങ്കാളി ലീഡർഷിപ്പ് ഇൻ 1907. The organization was not meant for any single caste, but it unified all the depressed servile people. Dalits were denied entry into the public sphere because they were not English educated. They just had knowledge about agricultural production. With this, they could not enter the public sphere. Only English educated people could enter into the public sphere. At the same time, education was denied to Dalits because the upper caste had the right over the school management. English education was considered as minimum qualification for all things in society. In the liberal space created by the colonial modernity, the Dalits had no place. These were the circumstances that led to the formation of SJPS. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ ആ ഒരു ഫോർമേഷനിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ദളിത്തിൻ്റെ ആ ഒരു മിസറബിൾ കണ്ടീഷൻ തന്നെയായിരുന്നു. അവർക്ക് എഡ്യൂക്കേഷൻ ഡിനൈ ചെയ്തിരുന്നു. അവർക്ക് ആകെയുള്ള ഒരു നോളജ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഒരു നോളജ് വെച്ചിട്ട് അവർക്ക് പബ്ലിക് സ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. പബ്ലിക് റോഡുകളിലേക്ക് അവർക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ഈ ഒരു അപ്പർ കാസ്റ്റ് ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അപ്പർ കാസ്റ്റിൻ്റെ കുത്തകയായിരുന്നു എന്നാണ് പറയുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ അവരുടെ അണ്ടറിലായിരുന്നു. അതുകൊണ്ട് തന്നെ ദളിത്സിന് എഡ്യൂക്കേഷനൊന്നും നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഈ ഒരു കൊളോണിയൽ മോഡേണിറ്റി അവിടെയൊന്നും ദളിത്സിന് ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സർക്കംസ്റ്റാൻസസ് ആണ് ഈ ഒരു SJPS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഘടന രൂപീകരിക്കാൻ അയ്യങ്കാളിയെ പ്രാപ്തനാക്കിയത്. റൈറ്റ് അബൌട്ട് കേരളാസ് പബ്ലിക് സ്ഫിയർ ഡ്യൂറിങ് ദ ഏർലി 20th century. ഏർലി 20th centuryയിൽ കേരളത്തിലെ പബ്ലിക് സ്ഫിയറിൻ്റെ അവസ്ഥ എന്തായിരുന്നു അതിനെക്കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡ്യൂറിങ് ദ ഏർലി 20th century, പബ്ലിക് സ്ഫിയർ വാസ് ഡോമിനേറ്റഡ് ബൈ ദ മിഡിൽ ക്ലാസ് ഓഫ് വേരിയസ് കാസ്റ്റ്. ഓൺലി ദ ഇംഗ്ലീഷ് knowing educated people could enter into the domain of the public sphere. Public roads were legally open to Dalits. The brutal physical attack by the upper caste Hindus deterred them. Dalits only possessed knowledge about agricultural production. With this limited knowledge, they could not enter the public sphere. Ayyankali demanded for education to Dalits only in this context. ഏർലി 20th centuryയിൽ കേരളത്തിലെ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത് അത് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മിഡിൽ ക്ലാസ് ആയിരുന്നു. വേരിയസ് കാസ്റ്റിലുള്ള മിഡിൽ ക്ലാസ് ആയിരുന്നു. ഈ ഒരു പബ്ലിക് സ്പേസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ്. അതും ആരുടെ കുത്തകയായിരുന്നു? ഈ ഒരു അപ്പർ കാസ്റ്റിൻ്റെ കുത്തകയായിരുന്നു. ദളിത്സിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആകെ ഉണ്ടായിരുന്ന നോളജ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള നോളജ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് അവരെ ഒരിക്കലും ഈ ഒരു പബ്ലിക് റോഡിലേക്ക് അവരെ എൻ്റർ ചെയ്യാൻ അപ്പർ കാസ്റ്റ് അനുവദിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് അയ്യങ്കാളി ഈ ഒരു ദളിത്സിന് എഡ്യൂക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു 20th centuryയിലെ പബ്ലിക് സ്ഫിയറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. Ayyankali's brave efforts were powerful enough to break the deliberate silence about Dalits' condition that prevailed in the public sphere. അങ്ങനെ അയ്യങ്കാളിയുടെ ആ ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് ഈ ഒരു ദളിത്സിൻ്റെ ആ ഒരു കണ്ടീഷൻ മാറിയത്. അവർക്ക് ഈ ഒരു പബ്ലിക് റോഡുകളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വൈ ഡിഡ് കൊളോണിയൽ മോഡേണിറ്റി നെവർ റീച്ച് ബിയോണ്ട് കേരളാസ് മിഡിൽ ക്ലാസ്? എന്തുകൊണ്ടാണ് കൊളോണിയൽ മോഡേണിറ്റി കേരളത്തിലെ മിഡിൽ ക്ലാസ്സിന് മുകളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. The colonial modernity created a liberal space that fostered reformist ideas, but Dalits had no space in it. It never reached them. It never reached beyond Kerala's middle class. Education was a powerful resource. Modern education brought about by colonialism was the most important criterion to gain entry into the public space. Source of knowledge were controlled by upper caste and intermediate caste group. They tried to guard education from outside intervention. The middle class of Kerala utilized all opportunities of colonial modernity. These Dalits and marginalized were deprived of all these fundamental rights. അതായത് ഈ ഒരു കൊളോണിയൽ മോഡേണിറ്റിയൊക്കെ മിഡിൽ ക്ലാസ്സാണ് ഈ ഒരു കൊളോണിയൽ മോഡേണിറ്റിയൊക്കെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദളിറ്റ്സിന് ഈ ഒരു കൊളോണിയൽ മോഡേണിറ്റിയിലൊന്നും ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. അവരുടെ റിഫോമിസ്റ്റ് ഐഡിയാസിലൊന്നും ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് അതൊക്കെ ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദളിറ്റ്സിന് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലും അവർക്ക് ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വൈ വർ അയ്യങ്കാളീസ് ഒബ്ജക്റ്റീവ് ഫോർ SJPS മോർ മെറ്റീരിയൽ ദാൻ സ്പിരിച്വൽ? എന്തുകൊണ്ടാണ് അയ്യങ്കാളിയുടെ SJPS സാധുജന പരിപാലന സംഘത്തിൻ്റെ ഒബ്ജക്റ്റീവ് സ്പിരിച്വലിനേക്കാളും കൂടുതൽ മെറ്റീരിയലായി മാറിയത് എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. Ayyankali's objectives of SJPS is more material than spiritual because he was more concerned about the economic development of the Dalits rather than any kind of spiritual upliftment. The living conditions of Dalits were miserable. They had no land of their own. Dalits had no place in the liberal space created by colonial modernity. They were denied modern education. Dalits were denied entry into the public sphere because they were not English educated. The Dalits women were not allowed to wear blouse. അതായത് ഈ SJPSൽ അയ്യങ്കാളിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്പിരിച്വലിനേക്കാൾ കൂടുതൽ മെറ്റീരിയലാണെന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണം ഈ ദളിറ്റ്സ് വളരെ മിസറബിൾ കണ്ടീഷനിലായിരുന്നു അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇക്കണോമിക്കലിയൊക്കെ അവർ ഭയങ്കര
പുറകിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഭൂമിയില്ല. അവിടെ ഫ്യൂഡൽ സിസ്റ്റമാണ്. ജന്മികളുടെ അടുത്തായിരുന്നു ഭൂമിയൊക്കെ ഉണ്ടായിരുന്നത്. അവരുടെ ദൈനംദിന ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ അവർക്ക് മോഡേൺ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പബ്ലിക് റോഡുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയുള്ള അതുപോലെ അവർ ഈ ദളിറ്റ്സ് ധരിച്ചിരുന്നത് ഈ സ്റ്റോൺ ഓർണമെൻറ്റ്സ് ആയിരുന്നു. അവർക്ക് ബ്ലൗസ് ധരിക്കാൻ പാടില്ല. അവരുടെ ഈ ഒരു അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി കവർ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു മിസറബിൾ കണ്ടീഷനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അയ്യങ്കാളി ഈ ഒരു SJPSൻ്റെ ഒബ്ജക്റ്റീവായിട്ട് കൂടുതൽ സ്പിരിച്വലിനേക്കാളും മെറ്റീരിയൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാരണം. How did the upper class use education as a tool to keep Dalits off the public sphere? അപ്പർ ക്ലാസ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ യൂസ് ചെയ്തത് ഒരു ടൂളായിട്ട്? അതായത് പബ്ലിക് സ്പേസിൽ ദളിറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ എങ്ങനെയാണ് അവരെ അവിടേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ അവരെങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഒരു ടൂളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ദ പബ്ലിക് റോഡ്സ് വർ ലീഗലി ഓപ്പൺ ടു ദളിറ്റ്സ്. ദ ബ്രൂട്ടൽ ഫിസിക്കൽ അറ്റാക്ക് ബൈ ദ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് deterred them. The public sphere in Kerala during the early 20th century was dominated by the middle class of varied caste. Only the English knowing educated people could enter into the domain of the public sphere. Education was considered as minimum qualification to enter into the public sphere. Dalits only possessed knowledge about agricultural production. With this limited knowledge, they could not enter the public sphere. Education was denied to Dalits because the upper caste had the right over the school management. Upper class used education as a tool to keep Dalit off the public sphere. അതായത് ഈ പബ്ലിക് സ്ഫിയറിലേക്ക് കയറാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനായിരുന്നു. മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് ദളിറ്റ്സിന് ഡിനൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പർ ക്ലാസ് സൊസൈറ്റി. അതായത് ദളിറ്റ്സിന് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ ഡൊമിനേറ്റ് ചെയ്തിരുന്നത് അപ്പർ ക്ലാസ് സൊസൈറ്റി ആയിരുന്നു. അവർക്ക് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നേടാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷനെ ഈ ഒരു അപ്പർ ക്ലാസ് എന്ത് ചെയ്തു, ഒരു ടൂളായിട്ട് യൂസ് ചെയ്തു. അതായത് എഡ്യൂക്കേഷൻ ഇല്ലാത്തവർ പബ്ലിക് റോഡിലോട്ട് ഇറങ്ങണ്ട എന്നുള്ളൊരു ടൂളായിട്ട് അവർ യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ആൻ എസ്സേ ആണ്. ഹൗ ആൻഡ് വൈ ഡിഡ് SJPS ലാബ് ടു ഓർഗനൈസ് ദ വോയിസ്ലെസ് ആൻഡ് മാർജിനലൈസ്ഡ് പീപ്പിൾ? അതായത് സാധുജന പരിപാലന സംഘം എങ്ങനെയാണ് വോയിസ്ലെസ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ഓർഗനൈസേഷനായി മാറിയത് എങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എസ്സേ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണം, ദെൻ മിനിമം 3 body paragraph, then conclusion. Ayyankali by Nisar and Meena Kandaswami details establishment of Sadhujana Paribalana Sangham was formed by Ayyankali in 1907. Nisar is a teacher and researcher. Meena Kandaswami is a poet, fiction writer, translator and activist. Ayyankali was a major figure in Kerala Renaissance. He was born into a marginalized caste and his parents were agricultural laborers. The agrarian and social systems during those times were feudal in nature, with landlord or janmi owning large acres of land where landless people struggled to ensmith. Ayyankali literally fought for the rights of the Dalit people. Dalits were denied almost all the fundamental rights at that time. SJPS labor to organize the voiceless marginalized people. Dalits were denied entry into the public sphere because they were not English educated. They just had knowledge about agricultural production. With this limited knowledge, they could not enter the public sphere. At the same time, education was denied to Dalits because the upper caste had the right over the school management. English education was considered as minimum qualification for all the things in the society. In the liberal space created by the colonial modernity, the Dalits had no place. The colonial modernity created a liberal space that fostered reformist ideas, but Dalits had no space in it. It never reached them. It never reached beyond Kerala's middle class. Education was a powerful resource. Modern education brought about by colonialism was the most important criterion to gain entry into the public space. Source of knowledge were controlled by upper caste and intermediate caste groups. They maintained reactionary practices. They tried to guard education from outside intervention. The middle class of Kerala utilizes all opportunities of colonial modernity. The Dalits and Adiyalas were deprived of all the basic human rights. Ayyankali's objective for SJPS, Sadhujana Paribalana Sangham, was more material than spiritual.
He was more concerned about the economic development of the Dalits. The living conditions of Dalits were very miserable. They were treated the Adyalas. They had no land of their own. Dalits had no space in the liberal space created by colonial modernity. They were deprived of the modern education. Dalits were denied entry into the public sphere because they were not English educated. They just had knowledge about agriculture production. The Dalit women wore stone ornaments. They were allowed to wear blouse. Okay. Thank you.